മനസ്സിന് നമസ്കാരം. എനിക്കൊരു സ്വപ്നമുണ്ട്. മഹാനായ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രസിദ്ധമായ പ്രഭാഷണം പോലെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കുന്ന, എന്നാൽ മദ്യമയക്കുമരുന്ന് രാസലഹരികളാകുന്ന സാത്താന്റെ നാടായി മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തെക്കുറിച്ച് എനിക്കൊരു സ്വപ്നമുണ്ട്. ലഹരി വിമുക്തമായ കേരളമെന്ന സുന്ദരമായ സ്വപ്നം. എന്തുകൊണ്ടാണ് നമ്മുടെ കൊച്ചു കേരളം ഇന്ന് ലഹരിയുടെ പിടിയിൽ അമരുന്നത്? ലഹരിയുടെ നിലയില്ലാ കയത്തിൽ നിന്നും നമ്മുടെ കൊച്ചു കേരളത്തിന് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും. ലഹരി വിമുക്ത കേരളം എന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ നാം ഉത്തരം നൽകേണ്ട ചില ചോദ്യങ്ങൾ മാത്രമാണ് ഇത്. മനുഷ്യനെ ശാരീരികവും മാനസികവുമായി തകർക്കുന്ന സാമൂഹിക വിപത്താണ് ലഹരി. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. എന്താണെന്നറിയാനുള്ള ആകാംക്ഷ, കിട്ടുമെന്ന് കേട്ടിട്ടുള്ള ഉന്മാദ അവസ്ഥ, സമപ്രായക്കാരുടെ പ്രേരണ, ബോറടി മാറ്റാൻ, വിഷാദം മാറ്റാൻ, വീട്ടിലെ പ്രശ്നങ്ങൾ, അമിതമായി ലഭിക്കുന്ന പോക്കറ്റ് മണിയുടെ ഉപയോഗം എന്നിങ്ങനെ ലഹരിയുടെ പിടിയിലമരുന്നവർക്ക് പറയാൻ കാരണങ്ങൾ ഏറെയുണ്ട്. വെറും കൗതുകത്തിനായി പലരും ആരംഭിക്കുന്ന ഈ ദുശീലം കാട്ടുതീയേക്കാൾ വേഗത്തിൽ പടർന്ന് ഇന്ന് സമൂഹത്തെ ഒന്നടങ്കം കീഴ്പ്പെടുത്തുന്ന ഒരു വലിയ വിപത്തായി മാറിയിരിക്കുകയാണ്. ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത മഹാഗർത്തങ്ങളിലേക്കാണ് ലഹരിയുടെ ഉപയോക്താക്കൾ ചെന്ന് പതിക്കുന്നത്. പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ലോകം മുഴുവൻ പടർന്നു പന്തലിക്കുന്ന ലഹരിയുടെ കരാള ഹസ്തങ്ങൾക്ക് കയ്യാമമിടുക എന്ന ലക്ഷ്യത്തോടെ 1987 മുതൽ ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുവാൻ തുടങ്ങി. ദിനാചരണം കൊണ്ട് മാത്രം നാടിനെ രക്ഷിക്കുവാനോ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുവാനോ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഓരോ രാജ്യവും ഓരോ സംസ്ഥാനവും നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തു. കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കി വരുന്ന നശാമുക്ത് ഭാരത് അഭിയാൻ അല്ലെങ്കിൽ ലഹരി വിമുക്ത ഭാരതം എന്ന പദ്ധതി വഴി ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുവാനും സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ കണ്ടുപിടുത്തം കുറയ്ക്കുവാനും ഭരണകൂടം ഇന്ന് ശ്രമിക്കുന്നു. വിമുക്തി പരിപാടിയും സേ നോ ടു ഡ്രഗ്സ് കർമ്മ പരിപാടിയും സംസ്ഥാന ജില്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള ലഹരിക്കെതിരായ പോരാട്ടങ്ങൾ, സ്കൂളുകൾ വഴിയുള്ള ലഹരിക്കെതിരായ ബോധവൽക്കരണ ക്ലാസുകൾ എന്തിനേറെ പറയുന്നു. ഈ അടുത്ത സ്കൂൾ വർഷ ആരംഭത്തിൽ തന്നെ ലഹരിക്കെതിരായി നാം നടത്തുന്ന പോരാട്ടം എന്നിങ്ങനെ നിരവധി കർമ്മ പരിപാടികൾ. അങ്ങനെ വരും കാലങ്ങളിലെങ്കിലും ലഹരി വിമുക്ത കേരളം എന്ന സ്വപ്നത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനാവും. ലഹരി തിന്മയുടെ താക്കോലാണ്. വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളുമെല്ലാം ലഹരിയുടെ അനന്തര ഫലങ്ങളാണ്. നാഷണൽ ക്രൈം ബ്യൂറോയുടെ റെക്കോർഡ് അനുസരിച്ച് ലഹരി സംബന്ധമായ കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന 5ാമത്തെ സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളമാണെന്ന വസ്തുത ഏറെ ഖേദകരമാണ്. പ്രിയമുള്ളവരെ, ചതിക്കുഴികൾ കുഴിച്ച് കഴുകന്റെ കണ്ണുകളുമായി ഇരകളെ തേടിയിരിക്കുന്ന വേട്ടക്കാരെ പോലെ ലഹരിയുടെ മായിക ലോകത്തിലേക്ക് നമ്മെ വലിച്ചടിപ്പിക്കാൻ കാത്തിരിക്കുന്ന കഴുകന്മാരെ തിരിച്ചറിയുക എന്നതാണ് ലഹരി വിമുക്ത കേരള സൃഷ്ടിക്കായുള്ള ആദ്യ ചുവടുവെപ്പ്. ലഹരി വസ്തുക്കളോടും അതിന്റെ വാഹകരോടും അരുത് എന്ന് പറയാനുള്ള ചങ്കൂറ്റം വളർത്തിയെടുക്കുക എന്നതാണ് അടുത്ത പടി. വ്യർത്ഥമായ അനുകരണങ്ങളുടെ വലയിൽ വീഴാതിരിക്കുക എന്നതാണ് മറ്റൊരു പടി. ലഹരി വിമുക്തമായ പുതിയ പ്രഭാതം, പുതിയ തലമുറ, പുതിയ കേരളം, ഇതാവട്ടെ നമ്മുടെ സ്വപ്നം. ഇതിനായി നമുക്ക് പ്രയത്നിക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.